ഗാസയിൽ ഇസ്രായേൽ യുദ്ധം കടുക്കുന്നതിനു പിന്നാലെ പുതിയ നീക്കം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ വംശഹത്യാ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൂചന നൽകി ഇസ്രായേൽ അടുത്ത വർഷത്തേക്ക് $3400 കോടി സൈനിക ബജറ്റ് അംഗീകരിച്ചു. ഇത് നേരത്തെ ആദ്യം ആസൂത്രണം ചെയ്ത $2700 കോടി നിന്നും വർധനവ് കാണിക്കുന്നു. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാറിലെത്തിയിട്ടും ഗാസയിൽ തുടർച്ചയായുള്ള സൈനിക പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ വർധനവ്. അതിനിടെ ഗാസയിലെ തെക്കൻ നഗരമായ ഖാൻ യൂനിസിന്റെ കിഴക്കും വടക്കു കിഴക്കൻ പ്രദേശങ്ങളും വീണ്ടും ഇസ്രയേലി പീരങ്കി ഷെല്ലാക്രമണത്തിനും വെടിവെപ്പിനും ഹെലികോപ്റ്റർ ആക്രമണത്തിനും വിധേയമായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വീണ്ടും പൂർണ്ണതോതിലുള്ള വംശഹത്യാ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ ലംഘനങ്ങൾ പുതുക്കിയതും കൂടുതൽ തീവ്രവുമായ ആക്രമണത്തിലേക്ക് നയിച്ചേക്കാമെന്ന കടുത്ത ആശങ്കയിലാണ് ഗാസക്കാർ. അതേസമയം ഗാസ വിമത മിലിഷ്യ നേതാവായ യാസർ അബു ഷബാബിന്റെ കൊലപാതകം ഇസ്രയേലി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. പലസ്തീൻ എൻക്ലേവിൽ മുമ്പ് അധികം അറിയപ്പെടാത്ത അബു ഷബാബ് ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രിത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 100-ലേറെ അംഗങ്ങൾ ഉൾപ്പെടുന്ന പോപ്പുലർ ഫോഴ്സ് എന്ന സായുധ സംഘത്തിന്റെ നേതാവായി മാറിയത് കഴിഞ്ഞ വർഷമാണ്. ഇയാൾക്ക് വാഹനവും പണവും ആയുധങ്ങളുമായി ഇസ്രയേലിന്റെ സഹായം ലഭിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. അതിനിടെ ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫയിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹമാസ് വക്താവ് വിസമ്മതിച്ചു. തുരങ്കങ്ങളിൽ എത്ര പേർ കുടുങ്ങിയെന്നോ ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ടെന്നോ ഹമാസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. 200-ലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായി റഫയിലുള്ള തുരങ്കങ്ങളിൽ ഉണ്ടെന്ന് ഇസ്രയേൽ US അധികൃതരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുറത്തിറങ്ങിയ ഇവരിൽ ചിലർ പിന്നീട് ഇസ്രയേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുരങ്കങ്ങളിലുള്ള ഹമാസ് അംഗങ്ങൾ കീഴടങ്ങിയാൽ ഗാസ മുനമ്പിന്റെ മറ്റൊരു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ USഉം മറ്റു മധ്യസ്ഥരും ശ്രമിച്ചിരുന്നെങ്കിലും വിഫലമായി. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രയേൽ നിലപാടെടുത്തത്. റഫേലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്ത് മുന്നോട്ട് വെച്ചിരുന്നു. ഹമാസ് അംഗങ്ങൾ ഇസ്രയേലിന് കീഴടങ്ങില്ലെന്ന് പലസ്തീൻ സംഘടന വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ ഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ ഭാഗമായി പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹമാസ് വിരുദ്ധ സായുധ സംഘത്തിന്റെ നേതാവും കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ റഫേലെ ഒരു പ്രദേശമാകെ നിയന്ത്രിക്കുന്ന സായുധ സംഘത്തിന്റെ നേതാവാണ് കൊല്ലപ്പെട്ടത്. ഒരു കുടുംബ വഴക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതകം. ഹമാസ് അല്ല യാസർ അബു ഷബാബിനെ കൊലപ്പെടുത്തിയതെന്നും ഗാസയിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് കാരണമെന്നും നേരത്തെ ഇസ്രയേലി വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. ഗാസയിലെ ഇസ്രയേലി പിന്തുണയുള്ള നിരവധി സായുധ സംഘങ്ങളുടെ നേതാവായിരുന്നു കൊല്ലപ്പെട്ട 30-കാരനായ അബു ഷബാബ്. ഇയാളുടെ മരണം ഗാസയിലെ ഇസ്രയേലിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായേക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസ വിരുദ്ധനെന്നാണ് അബു ഷബാബിനെ വിശേഷിപ്പിച്ചിരുന്ന ഹമാസ് ഇയാളെ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഗാസയിലെ പകുതിയോളം പ്രദേശം ഇപ്പോഴും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഹമാസിനെ തുരത്താൻ തെക്കൻ ഗാസയിൽ സൈന്യം സ്വാധീനം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ഹമാസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് അബു ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഉപയോഗിച്ച് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്. ഇസ്രയേൽ അധിനിവേശ ഗാസയ്ക്കുള്ളിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സുരക്ഷാ ചുമതലയും പോപ്പുലർ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംഘടനയ്ക്കാണ്. ഹമാസ് വിരുദ്ധ ശക്തികളായി സ്വയം അവകാശപ്പെടുന്നവരാണ് ഈ സായുധ സംഘങ്ങൾ. അതേസമയം ഇസ്രയേൽ സൈന്യത്തിന്റെ ഉപകരണങ്ങളായാണ് പലസ്തീനികൾ ഇവരെ വിമർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.